ഒരു മനുഷ്യൻ ഒരു ദിവസം മുഴുവനായി അഥവാ 24 മണിക്കൂറിനുള്ളിൽ ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ 30,000-ൽ പരം ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ആ കടന്നു പോകുന്ന ചിന്തകളിൽ മഹാഭൂരിപക്ഷവും നെഗറ്റീവാണ്. അതായത് 70% മുതൽ 80% വരെ ഒരാൾ ഒരു ദിവസത്തിൽ ചിന്തിക്കുന്ന 30,000 ചിന്തകളിൽ നെഗറ്റീവ് ചിന്തകളാണ് എന്നതാണ് ശാസ്ത്രം പറയുന്നത്. ഇതിലൂടെ തന്നെ ഒരു മനുഷ്യന്റെ ജയപരാജയങ്ങളെ, അവന്റെ പ്രവർത്തനത്തെ, അവന്റെ ചിന്തകൾ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സബ് കോൺഷ്യസ് മൈൻഡിനെ, ഉപബോധ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ലൈഫിനെ പീസ്ഫുൾ ആക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്തത്. അതിലേക്ക് ആഡ് ചെയ്യാനുള്ള കുറച്ചു കാര്യങ്ങളാണ് പറയുന്നത്. പോസിറ്റീവായ ചിന്തകളെ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നാം പല വീഡിയോകളിലായി പറഞ്ഞു. പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളിലുണ്ട് എങ്കിൽ പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളെയും എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എനിക്കിത് അച്ചീവ് ചെയ്യാൻ കഴിയും, എനിക്ക് ഇത് പ്രവർത്തിച്ച് പൂർത്തീകരിക്കാൻ കഴിയും എന്നൊക്കെ രീതിയിലുള്ള പോസിറ്റീവായ ചിന്തകൾ കടന്നു വരികയും അതിലൂടെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അത് ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള, അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം നമ്മുടെ ഉള്ളിൽ നിന്ന് വരികയും അതിലൂടെ നമ്മൾ ആ കാര്യം ചെയ്യുന്നതും അത് വിജയിക്കുന്നതുമൊക്കെ നമുക്ക് പല സമയത്തും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ല ഞാൻ എങ്ങനെയാകുമെന്ന് എന്ന രീതിയിൽ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മുടെ ജീവിതം തന്നെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം നമ്മുടെ മനസ്സിലൂടെ ഏതൊക്കെ തരത്തിലുള്ള ചിന്തകളാണ് മുന്നോട്ട് പോകുന്നത് എന്നും അതിൽ എത്രമാത്രം പോസിറ്റീവ് ഉണ്ട് എന്നും. അങ്ങനെ ഏതെങ്കിലും മേഖലയിൽ പോസിറ്റീവായ ചിന്തകൾ ഉണ്ട് എങ്കിൽ ആ മേഖലയിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ പരിപൂർണമായി അത് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന, അത് പൂർത്തീകരിക്കാൻ കഴിയുന്ന അനുഭവം നമ്മുടെ ജീവിതം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പോസിറ്റീവായിട്ടുള്ള ചിന്തയുള്ള ഒരാൾക്ക് എത്ര വിമർശനങ്ങൾ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാകും. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് പ്രാമുഖ്യമുള്ള, പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയോട് ആരെന്തൊക്കെ കുറ്റം പറഞ്ഞാലും, കുശുമ്പ് പറഞ്ഞാലും, കുന്നായ്മ പറഞ്ഞാലും, നിരുത്സാഹപ്പെടുത്തിയാലും, ഒന്നിനും പറ്റാത്തവനാണെന്ന് പലരും മാറ്റി നിർത്തിയാലും അവൻ സ്വയം പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകുന്നത് നമുക്ക് വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരാൾക്ക് ജീവിതത്തെ മുഴുവൻ പോസിറ്റീവാക്കി മാറ്റാൻ കഴിയും. മറ്റു എല്ലാ ഘടകങ്ങളും സാഹചര്യങ്ങളും ഒക്കെ പ്രതികൂലമാണ് എങ്കിൽ പോലും ആ പ്രതികൂല കാലാവസ്ഥയെ, സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് വിജയത്തിലെത്താൻ, പരിപൂർണതയിലെത്താൻ പോസിറ്റീവ് മെന്റാലിറ്റിയുള്ള ആളുകൾക്ക് സാധിക്കുമെന്നതും നമുക്കറിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, നമ്മുടെ മനസ്സിനെ, ഉപബോധ മനസ്സിനെ ഒക്കെ ശക്തിപ്പെടുത്തുകയും എല്ലാ സമയത്തും പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ നാം ആഡ് ചെയ്യുന്നത്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, എവിടെയാണ് നമുക്ക് നെഗറ്റീവായ ചിന്തകൾ ഉള്ളത്, ഏതൊക്കെ മേഖലയിലാണ് എന്നിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നത്, എനിക്ക് കഴിയില്ല, ചെയ്യാൻ കഴിയില്ല, ഞാനൊന്നും ചെയ്താൽ അത്ര മതിയാകില്ല എന്നൊക്കെ രീതിയിലുള്ള ചിന്തകൾ ഏതൊക്കെ മേഖലയിൽ കടന്നു വരുന്നോ ആ മേഖലയെ നാം ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക, അതിനെക്കുറിച്ച് ബോധ്യമുണ്ടാകുക. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അത്തരം ചിന്തകളെ നാം പൂർണ്ണമായി റീപ്ലേസ് ചെയ്യുക. നല്ല പോസിറ്റീവായ ചിന്ത, ആ കാര്യം എനിക്ക് കഴിയില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ എനിക്ക് കഴിയും, ആ കാര്യം എനിക്ക് കഴിയും എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞു പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തുക. അതാണ് അത് എനിക്ക് കഴിയും, ഞാൻ അങ്ങനെയാണ് എന്ന്. ഒരു പക്ഷേ അത് പറഞ്ഞു പറ്റിക്കലാകാം, എങ്കിൽ കൂടി നാം അങ്ങനെ നിരന്തരമായി റിപ്പീറ്റേറ്റീവായി അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വിശ്വസിക്കുകയും നമുക്ക് കഴിയുന്ന ഒരു കാര്യമാണ് അത് എന്ന ഒരു ബോധ്യം
സബ് കോൺഷ്യസ് മൈൻഡിൽ രൂപപ്പെടുകയും അതുമൂലം ആ കാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെ ചിന്തകളെ റീപ്ലേസ് ചെയ്യുക. നമ്മൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളുമായിട്ടാണ് ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ ഒന്നും എനിക്ക് പറഞ്ഞ പണിയല്ല എന്ന രീതിയിലാണ് നാം ഒരു കാര്യം ചെയ്യുന്നത് എങ്കിൽ പൂർണ്ണമായ ഫോക്കസോ പൂർണ്ണമായ മോട്ടിവേഷനോ അതിൽ നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉഷാറില്ലാതെ ഉന്മേഷമില്ലാതെയായിരിക്കും നാം ആ കാര്യം ചെയ്യും. നേരെ മറിച്ച് അതിനെ റീപ്ലേസ് ചെയ്ത് എനിക്കത് കഴിയും, എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയും, ഞാൻ ആ ലക്ഷ്യം നേടും, എൻ്റെ ആ ആഗ്രഹത്തെ സഫലീകരിക്കാൻ എനിക്ക് കഴിയുമെന്ന പോസിറ്റീവായിട്ടുള്ള ചിന്തയാണ് എങ്കിൽ നമുക്കതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനും കൂടുതൽ അതിൽ ശ്രദ്ധ പതിപ്പിക്കാനും കൂടുതൽ മോട്ടിവേഷനോട് കൂടി പ്രചോദനാത്മകമായി നമുക്ക് ആ കാര്യം ചെയ്യാനും ഒക്കെ കഴിയും. അതുകൊണ്ട് നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയുകയും അതിനെ പോസിറ്റീവുമായി റീപ്ലേസ് ചെയ്യുകയും ചെയ്യുക. രണ്ടാമതൊരു കാര്യം, നമുക്ക് എപ്പോഴും അതില്ല ഇതില്ല, എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല, ഇതുവരെ അതിനൊന്നും കഴിഞ്ഞില്ലല്ലോ, ഞാനൊന്നും എവിടെയും എത്തിയിട്ടില്ല, ഞാനൊരു നിർഭാഗ്യവാനാണ്, ഭാഗ്യം കെട്ടവനാണ്, എനിക്ക് ഒരു ഗുണവും ലഭിച്ചിട്ടില്ല, ഒരു അനുഗ്രഹവും എനിക്കില്ല എന്ന രീതിയിൽ നാം ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നെഗറ്റീവായി കൂടുതൽ പോകുന്നത്. അതിനു പകരം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതിനെയൊക്കെ നാം ഓർത്തെടുക്കുകയും അതിനൊക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആകുകയും ചെയ്യുക. ബി താങ്ക്ഫുൾ ഓൾ ടു യു ഹാവ്. നമുക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നാം നന്ദിയുള്ളവരാകുക. അതിന് സാഹചര്യം ഒരുക്കി തന്ന സർവശക്തന്, പ്രപഞ്ചനാഥന് നാം നന്ദിയുള്ളവനാകുക, അതിനോട് നന്ദി പറയുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് വലിയ ഒരു പ്രാക്ടീസാണ്. നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു നല്ല പ്രാക്ടീസാണ്. അതുകൊണ്ട് നമുക്കുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണ് എങ്കിൽ നൂറുകണക്കിന് കാര്യങ്ങൾ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയും. നമുക്കത് മനസ്സിലാകാത്തത് നമ്മളെപ്പോഴും നമുക്കില്ലാത്തതിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഇല്ലാത്തതിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് അതൊന്നും നേടാനുള്ള പ്രാപ്തി എനിക്കില്ല, ഭാഗ്യമില്ല, ഞാൻ നിർഭാഗ്യവാനാണ് എന്നൊക്കെ നമുക്ക് തോന്നുക. എന്നാൽ നമ്മൾ ജീവിതത്തിൽ കരഗതമാക്കിയ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നാം എണ്ണി തിട്ടപ്പെടുത്തി അതിന് നന്ദി പറയാൻ തുടങ്ങിയാൽ നമുക്ക് തന്നെ ഒരു ബോധ്യം വരും, ഇതൊക്കെ എനിക്കുണ്ടല്ലോ, എൻ്റെ കുടുംബം എനിക്കുണ്ട്, എൻ്റെ നാട്ടുകാരുണ്ട്, എൻ്റെ സഹപ്രവർത്തകരുണ്ട്, എനിക്ക് ഇത്ര കാലം ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാമുണ്ട്, ശാരീരികമായിട്ടുള്ള മുഴുവൻ കഴിവുകളുമുണ്ട്, ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളുണ്ട്. ഇതിനൊക്കെ നാം നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് രൂപീകരിച്ചെടുക്കാനും എല്ലാ സമയങ്ങളിലും പോസിറ്റിവിറ്റി കാത്തു സൂക്ഷിക്കാനും നമുക്ക് കഴിയും. മറ്റൊരു പ്രധാന കാര്യമാണ് ലിവ് ഇൻ പ്രസന്റ്. ഈ പ്രസന്റ്, ഈ വർത്തമാന കാലത്ത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ജീവിക്കുക. കഴിഞ്ഞു പോയതിനെ, അത് സംഭവിച്ചു കഴിഞ്ഞു, അതിലേക്ക് തിരിച്ചു പോയി നമുക്കതിൽ മാറ്റങ്ങൾ വരുത്താനോ തിരുത്തങ്ങൾ വരുത്താനോ അതിനെ ഡിലീറ്റ് ചെയ്യാനോ നമുക്ക് കഴിയില്ല. വരാനിരിക്കുന്ന കാലത്തെയും നമുക്ക് നേരത്തെ നിശ്ചയിക്കാൻ കഴിയില്ല. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന, നമുക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് ഈ പ്രസന്റ് മൂമെന്റിലാണ്. ഈ പ്രസന്റ് മൂമെന്റിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നാം നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ വരുന്ന കാലത്ത് നമുക്ക് പോസിറ്റീവായി മാറും. നല്ല ഒരു ഭാവിയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് മനസ്സിന് ശക്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ, പോസിറ്റിവിറ്റി ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രസന്റ് മൂമെന്റിൽ പൂർണ്ണ ഫോക്കസോടുകൂടി പൂർണ്ണ ശ്രദ്ധയോടുകൂടി ജീവിക്കാൻ നാം ശ്രമിക്കുക. മറ്റൊന്നാണ് ഫോർഗീവ്നെസ്. നമ്മളോട് തെറ്റു ചെയ്തവർ, അബദ്ധം പറഞ്ഞവർ, നമ്മളെ കുറ്റം പറഞ്ഞവർ, നമ്മളെ ചതിച്ചവർ, നമുക്ക് തിന്മ ചെയ്തവർ, ദുഃഖകരമായ കാര്യങ്ങൾ നമുക്ക് സമ്മാനിച്ചവർ എല്ലാവരോടും പൊരുത്തപ്പെട്ടു കൊടുക്കുക, അവർക്കൊക്കെ ഫോർഗീവ്നെസ് നൽകുക. മറ്റൊരു വിഷയമാണ്, നാം സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക. നമ്മുടെ വൊക്കാബുലറി, നമ്മുടെ വാക്കുകളൊക്കെ പോസിറ്റീവായിരിക്കുക. ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റിവിറ്റി കണ്ടെത്താൻ നാം ശ്രമിക്കുക. ആ പോസിറ്റിവിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ചിന്തകളെ മാറ്റാൻ നാം ശ്രമിക്കുക. അല്ലാതെ ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അവിടെ നെഗറ്റീവായിട്ടുള്ള കുറെ കാര്യങ്ങളെ കണ്ട് ആകെ നമ്മൾ ഡിപ്രഷനായി കൊണ്ടു നിൽക്കുന്നതിനു പകരം നമ്മൾ എത്തിപ്പെടുന്ന മേഖലയിലെല്ലാം പോസിറ്റിവിറ്റിയെ കാണാനും സംസാരിക്കുന്നത് മുഴുവൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാകാനും എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്താനും ശ്രമിച്ചാൽ നമുക്ക് എല്ലാ സമയത്തും
പോസിറ്റീവായി നിലനിൽക്കാൻ കഴിയും. നമ്മുടെ മൈൻഡിനെ ഒരു പോസിറ്റീവായ മൈൻഡ് സെറ്റായി രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതുപോലെ നല്ല കാമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു ജീവിതത്തിന് നമ്മുടെ നാച്ചുറലിനെ, നമ്മുടെ ഈ പ്രകൃതിയെ നാം സ്നേഹിക്കുക. പ്രകൃതി നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി സമ്മാനിക്കുന്നുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ആ പ്രകൃതിയുടെ ഭംഗിയും പ്രകൃതിയുടെ മനോഹാരിതയും അതിൻ്റെ കാംനെസ്സും എല്ലാം നാം ആസ്വദിക്കാൻ പഠിക്കുക. അതുപോലെ നമുക്കറിയാം, നമുക്ക് പോസിറ്റിവിറ്റി ലഭിക്കാൻ, മോട്ടിവേഷൻ ലഭിക്കാൻ നല്ല നല്ല പുസ്തകങ്ങൾ, നല്ല നല്ല വീഡിയോസ് ഒക്കെ കണ്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുക. സോഷ്യൽ മീഡിയയിൽ റീൽസുകൾ സ്ക്രോൾ ചെയ്ത് തമാശയും കളിയും ഒക്കെ ആയിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനു പകരം നമ്മൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല നല്ല രീതിയിലുള്ള പുസ്തകങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും കാണാൻ നാം ശ്രമിക്കുക. അത് ശ്രദ്ധിക്കാൻ സമയം ചിലവഴിക്കുക. അതുപോലെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. നമുക്ക് മുന്നോട്ട് പോകാൻ, എനിക്ക് ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഏതൊക്കെ എന്ന് ഐഡന്റിഫൈ ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ചിന്തകൾ നാം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക. ഒരു വളർച്ചാ മനോഭാവം, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മൾ രൂപീകരിച്ചെടുക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, എനിക്ക് പുതിയ സ്കില്ലുകൾ പഠിക്കണം, പുതിയ അറിവുകൾ നേടണം എന്നൊക്കെ രീതിയിലുള്ള നല്ല നല്ല ചിന്തകൾ നാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുക. അല്ലാതെ നെഗറ്റീവായ കാര്യം, അതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രായം ഇത്രയായി, എനിക്കൊന്നും ഇനിയൊന്നും പഠിക്കാനില്ല, ഏത് സ്കില്ലായി ഇനിയിപ്പോൾ ഈ കാലത്ത് പഠിക്കാനുള്ളത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒരു ഫിക്സഡ് ആയിക്കൊണ്ടോ നെഗറ്റീവ് ആയിക്കൊണ്ടോ നാം ചിന്തിക്കാതെ എല്ലാ സമയങ്ങളിലും നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള, ലൈഫിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അതും നല്ല പോസിറ്റിവിറ്റി നമുക്ക് സമ്മാനിക്കും. ഇത്തരം ചിന്തകളൊക്കെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും നമുക്കും പേഴ്സണലായിട്ടും സോഷ്യലായിട്ടും നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ നമ്മുടെ മുഴുവൻ പ്രൊഡക്ടിവിറ്റിയെയും സമ്മാനിക്കാനും കഴിയും. അതിനൊക്കെ നമുക്ക് കഴിയട്ടെ, നല്ല ഒരു മൈൻഡ് സെറ്റ് രൂപീകരിച്ചെടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോസിറ്റീവായ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.